വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തോടുകൂടി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി ക്ലാസ് കേൾക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവാ കേട്ടോ. അപ്പൊ വെസ്റ്റ് ബംഗാളിലേക്ക് കടക്കുകയാണ്. 1956 നവംബർ 1-നാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. ഈ വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും വെസ്റ്റ് ബംഗാളിന്റെ ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാലും രണ്ടും ഒരേ ഉത്തരം തന്നെയാണ്, കൊൽക്കത്തയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ഹൈക്കോടതിയും തലസ്ഥാനവും കൊൽക്കത്തയാണ്. വെസ്റ്റ് ബംഗാളിലെ ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ബംഗാളിയാണ് ഭാഷ. അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന പുഷ്പം ഷെഫാലിയാണ്. സംസ്ഥാന പുഷ്പം ഏതാണ്? ഷെഫാലി എന്ന് പറയുന്ന പുഷ്പമാണ്. അതുപോലെ സംസ്ഥാന മൃഗം ഫിഷിംഗ് ക്യാറ്റാണ്. വെസ്റ്റ് ബംഗാളിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഫിഷിംഗ് ക്യാറ്റാണ്. സംസ്ഥാന പക്ഷി പൊന്മാനാണ്. ഈ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരത്തിന്റെ പേര് രവീന്ദ്ര പുരസ്കാരം എന്നാണ്. കൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ പേര് ദുർഗാ പൂജയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ്? ദുർഗാ പൂജയാണ്. ഇനി ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവും കാണപ്പെടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേരെന്താണ്? വെസ്റ്റ് ബംഗാൾ ആണ്. അതുപോലെ തന്നെ പണ്ടുകാലത്ത് വംഗദേശമെന്നും ഗൗഡദേശമെന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം നമ്മുടെ വെസ്റ്റ് ബംഗാളാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നവോത്ഥാന നായകന്മാരെ സംഭാവന ചെയ്തതും വെസ്റ്റ് ബംഗാളാണ്. എക്സാമ്പിൾ രാജാറാം മോഹൻ റായ്, അതുപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ പ്രശസ്തരായിട്ടുള്ള പല നവോത്ഥാന നായകരും എവിടുത്തുകാരാണ്? വെസ്റ്റ് ബംഗാൾക്കാരാണ്. ഇവിടെ തന്നെയാണ് ധാരാളം നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങളും ഹെഡ്ക്വാർട്ടേഴ്സും കാണപ്പെടുന്നത്. അപ്പൊ നമ്മള് അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഇനി നെല്ല്, ചണം എന്നിവ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ഇനി വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ജനസാന്ദ്രതയിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? വെസ്റ്റ് ബംഗാൾ ആണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ള വേറൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിതമായ സംസ്ഥാനവും വെസ്റ്റ് ബംഗാളാണ്. ആദ്യമായി ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിതമായ സംസ്ഥാനവും ഏത് തന്നെയാണ്? വെസ്റ്റ് ബംഗാളാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു, വെസ്റ്റ് ബംഗാളിലെ കൽക്കത്തയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട്, സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഏത്? സാൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത്. അതുപോലെ നമ്മള് GST രജിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ GST രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വെസ്റ്റ് ബംഗാളാണ്. ഇനി നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാളാണ് അത്രേ. ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണെന്ന് മനസ്സിലാക്കുക. ഇനി വെസ്റ്റ് ബംഗാളിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ ഹൈക്കോടതി ഒക്കെ നമ്മൾ കൽക്കത്തയിലാണെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് കൽക്കത്ത കാളിഘട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൽക്കത്ത ഏത് നദിയുടെ തീരത്താണെന്ന് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഈ കൽക്കട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കൽക്കത്തയായത് 2001 മുതലാണ്. അതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ കൊട്ടാരങ്ങളുടെ നഗരം, നോബൽ നഗരം, അതുപോലെ സിറ്റി ഓഫ് ജോയ്, ശാസ്ത്ര നഗരം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം ഏതാണ്? കൊൽക്കത്ത നഗരമാണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് 1835 നമ്മുടെ കൽക്കത്തയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകര് ഉള്ളത് ഏത് പട്ടണത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത പട്ടണത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യ എടുക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1774 അതും എവിടെ തന്നെയാണ്? കൽക്കത്തയിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി കൽക്കത്തയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈസ്റ്റേൺ റെയിൽവേ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, ഇതിന്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് കൽക്കത്തയിലാണ്. ഇനി കൽക്കത്തയിലാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിമാനത്താവളം ഉള്ളത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എന്നാണ് അതിന്റെ പേര്. അതിന് നമ്മൾ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും. പേരെന്താണ്? ഡംഡം വിമാനത്താവളം എന്നാണ്. ഡംഡം വിമാനത്താവളാണെങ്കിലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളാണെങ്കിലും ഒന്നാണെന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ.
ഈ ഇന്ത്യയിലെ ആദ്യത്തെ നദീജന്യ തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൽക്കത്തയാണ് പറയുക. ഇന്ത്യയിലെ ഏക ആദ്യം പറയാം, ഏക എന്നും പറയും, ഒരെണ്ണേ ഉള്ളൂ നദീജന്യ തുറമുഖം എവിടെയാണ്? കൽക്കത്തയിലാണ്. അതുപോലെ നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൽക്കത്തയിലാണ്. ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൽക്കട്ടയിലാണ്. ആദ്യമായിട്ട് ഒരു ഹോമിയോ കോളേജ് നിലവിൽ വന്നത് കൽക്കട്ടയിലാണ്. ആദ്യമായിട്ട് മെട്രോ റെയിൽവേ നിലവിൽ വന്നത് കൽക്കട്ടയിലാണ്. ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കൽക്കത്തയാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവായ ദുർഗ, നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ദുർഗ ജനിച്ച നഗരവും ഏതന്നെയാണ്? കൽക്കത്ത തന്നെയാണ്. ആധുനിക രീതിയിലുള്ള ഒരു പേപ്പർ മില്ല് ആദ്യമായിട്ട് ആരംഭിച്ചത് സെറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, കൽക്കത്തയില്. അതുപോലെ തന്നെ ആദ്യത്തെ ചണമില്ലും ഇവിടെ തന്നെയാണ്, റിഷ്ര എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ ആദ്യമായിട്ട് ഒരു ടെലഗ്രാഫ് ലൈൻ തുടങ്ങിയത് കൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരം കൽക്കത്തയാണ്. ടെലിഫോൺ സർവീസ്, അത് നമ്മൾ ടെലഗ്രാഫ് പോലെ തന്നെ ടെലിഫോൺ സർവീസും ആദ്യമായി നിലവിൽ വന്നത് കൽക്കത്തയിലാണ്. ഇനി വിരലടയാള ബ്യൂറോ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ആദ്യമായിട്ട് ആരംഭിച്ച നഗരവും എവിടെ തന്നെയാണ്? കൽക്കത്ത തന്നെയാണ്. ആധുനിക രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി ആദ്യമായി തുടങ്ങിയത് കൽക്കട്ടയിലാണ്. അതുപോലെ തന്നെ പാരിസ്ഥിതിക ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഹൈക്കോടതി കൽക്കത്തയിലാണ്. പാരിസ്ഥിതിക ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഹൈക്കോടതി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കൽക്കത്തയിലാണെന്ന് പറയും. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് വെസ്റ്റ് ബംഗാളിലെ ദാമോദർ വാലി പ്രോജക്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയുടെ പേരാണ് ദാമോദർ വാലി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയുടെ പേരെന്താണ്? ദാമോദർ വാലി എന്നാണ്. ഇനി ഇത് അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദാമോദർ വാലി പദ്ധതി 1948 ജൂലൈ 7 നിലവിൽ വന്നേക്കണം. 1948 ജൂലൈ 7 അതും കൂടി ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാനിറ്റോറിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. ബിർള പ്ലാനിറ്റോറിയം ആണ്. ഏതാണ്? ബിർള പ്ലാനിറ്റോറിയം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗറ പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലവും ഹൗറ പാലമാണ്. കൽക്കത്തയെയും ഹൗറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഹൗറ പാലം. അതിനെ രബീന്ദ്ര സേതു പാലം എന്നും വിളിക്കുന്നു. ഇപ്പൊ ഹൗറ പാലം എന്ന് പറഞ്ഞാലും രബീന്ദ്ര സേതു പാലം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലവുമാണ്. ഇനി അതുപോലെ ഹാൾഡിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ വെസ്റ്റ് ബംഗാളില്. അത് എണ്ണ ശുദ്ധീകരണത്തിന് പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഏതാണ്? ഹാൽഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗംഗാ നദിയിലാണ് ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഫറാക്ക ബാരേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളില് ഗംഗാ നദിയിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി വെസ്റ്റ് ബംഗാളിലെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് നാഷണൽ പാർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൽദപ്പാറ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനം. സുന്ദർബൻ, നമുക്ക് എല്ലാവർക്കും സുന്ദർബനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനി പറയാണ്ട്, അത് പറയാം. സുന്ദർബൻ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ നിയോറ വാലി നാഷണൽ പാർക്ക്, ബുക്സ നാഷണൽ പാർക്ക്, സിംഘാലിയ നാഷണൽ പാർക്ക്. അപ്പൊ സിംഘാലിയ നാഷണൽ പാർക്ക്, ബുക്സ നാഷണൽ പാർക്ക്, ജൽദപ്പാറ നാഷണൽ പാർക്ക്, സുന്ദർബൻസ് നാഷണൽ പാർക്ക്, നിയോറ വാലി നാഷണൽ പാർക്ക് എല്ലാം കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. ഇനി കൽക്കത്തയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കപ്പൽ നിർമ്മാണശാലയുടെ പേരാണ് ഗാർഡൻ റിച്ച് കപ്പൽ നിർമ്മാണശാല. അപ്പൊ ഗാർഡൻ റിച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കൽക്കത്തയിലാണ് എന്ന് പറയും. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ച്, നമ്മൾ പറഞ്ഞു ടെലികോം സർവീസും ടെലിഗ്രാഫ് ലൈനും ഒക്കെ ആദ്യമായിട്ട് ഇവിടെയാണ് തുടങ്ങിയത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചത് ആരാന്ന് ചോദിച്ചാൽ 1995 ജൂലൈ 31 നമ്മുടെ അന്നത്തെ കേന്ദ്ര ടെലികോം മന്ത്രിയായിരുന്ന സുഗ്രാമും അതുപോലെ തന്നെ അന്ന് വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവും തമ്മിലായിരുന്നു കേട്ടോ. ഇനി അടുത്തത് കൽക്കത്തയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, അത് നമുക്ക് ഓർക്കാം. ഒന്ന് രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ. രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ ആസ്ഥാനം കൽക്കത്തയാണ്. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൽക്കത്ത.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൽക്കത്ത, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൽക്കട്ട. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൽക്കത്ത, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൽക്കത്ത. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് കൽക്കത്ത, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് കൽക്കത്ത. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൽക്കട്ട, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൽക്കട്ട. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട, സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൽക്കട്ട. അടുത്തത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും കൽക്കത്തയാണ്, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും കൽക്കട്ടയാണ്. ഇനി അടുത്തത് റോയൽ കൽക്കത്ത ഗോൾഫ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഉണ്ട്. ആ ക്ലബിന്റെ പ്രത്യേകത യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബാണ് റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബ്. യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബ് ഏതെന്ന് ചോദിച്ചാൽ റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബാണെന്ന് ഓർത്തു വെക്കുക. ഇനി ബംഗാളിന്റെ ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണെന്ന് പറഞ്ഞു, ബംഗാളി ഭാഷയാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഘൂം മൊണാസ്ട്രി എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഘൂം മൊണാസ്ട്രി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട നദിയാണ് ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഇത്ര ഏത് ദാമോദർ നദി എന്ന് ഓർത്തു വയ്ക്കാം. ഇനി വളരെ പ്രസിദ്ധമായിട്ടുള്ള ബംഗാളിലെ ഒരു സ്ഥലമാണ് ഡാർജിലിംഗ്. ഏതാണ് ഡാർജിലിംഗ്? ഇവിടെയാണ് ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡാർജിലിംഗ് ആണ്. ഇനി ഇന്ത്യയിലെ പ്രഥമ ഒഴുകുന്ന മാർക്കറ്റ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ തന്നെ ഗൂർഖാലാൻഡ്, നമ്മൾ ആ പ്രക്ഷോഭത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഗൂർഖാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലാണ്. കൃത്യം പ്ലേസ് പറയുകയാണെങ്കിൽ ഡാർജിലിംഗിലാണ്. ഇനി ഔദ്യോഗിക കത്തിടപാടുകളിലും രേഖകളിലും പതിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഔദ്യോഗിക മുദ്ര രൂപവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം ഏതന്നെയാണ് പറയാ? നമ്മള് വെസ്റ്റ് ബംഗാളിനെയാണ് പറയാ. ഇനി അടുത്തത് വെസ്റ്റ് ബംഗാളിൽ ആരംഭിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ പേരാണ് കന്യാശ്രീ പ്രഗൽഭ പദ്ധതി. അപ്പൊ കന്യാശ്രീ പ്രഗൽഭ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണെന്ന് ഓർക്കണം. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ രണ്ട് പേര് പറയാം. ഒന്ന് ഗൂം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, ശരിയാണ്. അതുപോലെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം, അത് ശരിക്കും ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയും കാണാം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഗൂം റെയിൽവേ സ്റ്റേഷൻ. അത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോയ് ട്രെയിൻ നിലവിൽ വന്നതും ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണെന്ന് മനസ്സിലാക്കാം. ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ ലോക പൈതൃക പട്ടികയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഓരോ പ്രാവശ്യവും ലോക പൈതൃക പട്ടിക പറയുമ്പോൾ അത് പറയുന്നുണ്ട്. അതിനെ പ്രത്യേകം രണ്ട് ക്ലാസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 2025 വരെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇനി അടുത്തത് വെസ്റ്റ് ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ദേശീയ ജലപാത എന്ന് പറയുന്നത് NW1 നാഷണൽ വാട്ടർ വേ നമ്പർ 1. വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയെയും അതുപോലെ ഉത്തർപ്രദേശിലെ അലഹബാദിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ജലപാത നമ്പർ 1 എന്നറിയപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഗംഗ, അതുപോലെ തന്നെ നമ്മൾ ദാമോദർ നദികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹുഗ്ലി നദി, അതുപോലെ മയൂരാക്ഷി നദി, ഈ രണ്ട് നദികളും എവിടെ തന്നെയാണ്? വെസ്റ്റ് ബംഗാളിൽ തന്നെയാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഈ മയൂരാക്ഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടി ഉണ്ട്. അതായത് അതൊരു ജലസേചന പദ്ധതിയാണ്. അപ്പൊ ഹുഗ്ലി നദിയുടെ പോഷക നദിയാണ് മയൂരാക്ഷി. അതിൽ ആ മയൂരാക്ഷി നദിയിൽ നിർമ്മിച്ച പ്രധാനപ്പെട്ട ജലസേചന പദ്ധതിയുടെ പേരാണ് മയൂരാക്ഷി പദ്ധതി എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് സുന്ദർബൻ നാഷണൽ പാർക്കാണ്. നമ്മൾ ഡാർജിലിംഗ് പറഞ്ഞ പോലെ തന്നെ സുന്ദർബനും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്.
ഇനി സുന്ദർബൻ അതുപോലെ തന്നെ ബുക്സ രണ്ടും ദേശീയ ഉദ്യാനങ്ങളും അതേസമയം ടൈഗർ റിസർവുകളുമാണെന്ന് ഓർക്കുക. അപ്പൊ വെസ്റ്റ് ബംഗാളിലെ രണ്ട് പ്രധാന ടൈഗർ റിസർവ് ആണ്, ഒന്ന് ബുക്സ, അടുത്തത് സുന്ദർബൻ. സുന്ദർബനെ കുറിച്ച് പറയുമ്പോൾ പശ്ചിമ ബംഗാളിലെ ഒരേ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് സുന്ദർബൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഏത്? സുന്ദർബൻ. വളരെ പ്രധാനമാണ്. ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലാണ് സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽ കാട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതന്നെയാ പറയേണ്ടത്? സുന്ദർബൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഒക്കെ സുന്ദർബന്റെ പ്രത്യേകതകളാണ്. ഇനി ബ്രിട്ടന്റെ സഹായത്തോടു കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ഇരുമ്പുരുക്ക് ശാല വെസ്റ്റ് ബംഗാളില് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എന്നാണ്. എന്താണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്? അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്കിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് ബംഗാൾ ബാങ്ക് ആണ്. ഇനി അവിടെ ഈ വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു കൽക്കരി ഖനിയുടെ പേരാണ് റാണിഗഞ്ച് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൽക്കരി ഖനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ്. അതുപോലെ തന്നെ മൂർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെസ്റ്റ് ബംഗാളിൽ ആദ്യമായിട്ട് ഒരു തുറന്ന ജയിൽ വന്നത് എവിടെയാണ്? ഈ മൂർഷിദാബാദിലാണ്. വെസ്റ്റ് ബംഗാളിലത്തെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാന്ന് ചോദിച്ചാൽ മൂർഷിദാബാദിലാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ തീരാണ്. ഭംഗിയായിട്ട് സംസ്ഥാനങ്ങൾ മുഴുവൻ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ. ഓരോ ദിവസം ഒരു സ്റ്റേറ്റ് വെച്ച് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മാക്സിമം ചെറിയ സ്റ്റേറ്റുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഒരു ദിവസം കൊണ്ട് പഠിക്കാം. വലിയ വലിയ സ്റ്റേറ്റുകളൊക്കെ ആണെങ്കിൽ 2 ദിവസം എടുത്ത് നമ്മളത് പഠിച്ചു. ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അല്ല ഇതുവരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, ഇന്നത്തോടുകൂടി നമ്മുടെ വെസ്റ്റ് ബംഗാളോടുകൂടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.